ഹായ് മക്കളെ, 2025 നീറ്റിന് വേണ്ടി പഠിച്ചു തുടങ്ങിയിട്ടുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി സൈലത്തിന്റെ ആദ്യ ഓഫ്ലൈൻ GIBയുടെ സിലബസ്, അതിന്റെ ഡേറ്റ്, കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. മക്കളെ, നിങ്ങൾക്കറിയാം 2025 നീറ്റ് എന്ന് പറയുന്ന മെയ് മാസത്തിലായിരിക്കും വരിക. അപ്പോൾ നമുക്ക് അത്രയും സമയമുണ്ട്. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചകളിൽ സൈലം GIB നടത്താൻ അല്ലേ, എല്ലാ വർഷവും നടത്തുന്ന പോലെ ഈ വർഷവും എന്ത് ചെയ്യും, നമ്മൾ നടത്തും. അതിൽ ഓൺലൈനിലുള്ള ധീര ബാച്ച് ആയിക്കോട്ടെ, ഫിനിക്സ് ബാച്ച് ആയിക്കോട്ടെ, ഇവർക്ക് ഓഫ്ലൈൻ ആയിട്ട് സൈലത്തിന് എന്ത് ചെയ്യാം, ഞങ്ങളുടെ എക്സാം സെന്ററിൽ വന്ന് എഴുതാം. കഴിഞ്ഞ പ്രാവശ്യം 14 എക്സാം സെന്ററാണ്, ഇത്തവണ 20 മുകളിലേക്ക് എക്സാം സെന്റർ കൂട്ടാൻ സൈലം പ്ലാൻ ചെയ്യുന്നുണ്ട് ഓരോ ജില്ലയിലും. അതിൻ്റെ ഡീറ്റെയിൽസ് അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങളിലേക്ക് എത്തും. കാര്യം 28-ാം തീയതിയാണ് എക്സാം എന്ന് പറയുന്നത്. അപ്പം സെന്ററുകളുടെ എണ്ണം ഇത്തവണ കൂടുതലായിരിക്കും. കൂടുതൽ കുട്ടികൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരിക്കും അത് പ്ലാൻ ചെയ്തിട്ടുണ്ടാകാം. അപ്പം ഇനി സൂപ്പർ കിങ്സ്, +2 കിങ്സ് 11 ബാച്ചുകൾക്ക്, അതായത് +1 +2ന്റെ കൂടെ പഠിക്കുന്നവർക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ തന്നെ GIB പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസും വരുന്നുണ്ട്. അതും ഒരേ ദിവസമായിരിക്കും, അവസാനത്തെ ഞായറാഴ്ചകളിൽ നമ്മൾ അതും എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ +1 +2 പഠിക്കുന്ന സൈലത്തിൽ ഓൺലൈനായിട്ട് പഠിക്കുന്നവരോ അല്ലെ സൈലത്തിലെ ട്യൂഷൻ സെന്ററിൽ ഓഫ്ലൈൻ ആയിട്ട് പഠിക്കുന്നവർക്കും ആ എക്സാം എന്ത് ചെയ്യാവുന്നതാണ്, ആർക്കും എഴുതാം. അതായത് സൈലത്തിൽ മാത്രമൊന്നുമല്ല, ആർക്കും എഴുതാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സൈലത്തിന്റെ ഓഫ്ലൈൻ കുട്ടികളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു അവസരവും കൂടിയാണ്. ഒരു ഓൾ കേരള റാങ്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കും. എല്ലാ വർഷവും നിങ്ങൾക്കറിയാം ഈ GIBയിൽ ടോപ്പ് വരുന്ന സ്റ്റുഡൻസ് ഏറ്റവും ടോപ്പിലേക്ക് തന്നെയാണ് എന്ത് ചെയ്യാറുള്ളത്, എത്താറുള്ളത്. അതുകൊണ്ട് ഏറ്റവും ടോപ്പർ ആകാൻ വേണ്ടി, GIBയിൽ ടോപ്പർ ആകാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 711 സ്കോർ ചെയ്ത ഫിദിൻ എല്ലാ വർഷവും GIBയിൽ, എല്ലാ പ്രാവശ്യവും GIBയിൽ ടോപ്പ് സ്കോറിലായിട്ട് അല്ലെങ്കിൽ ആദ്യത്തെ 10ൽ എത്താറുള്ള ഒരാളായിരുന്നു. എല്ലാവരും ആ കൂട്ടത്തിലുള്ള ആരായിക്കോട്ടെ, ഷാദി ആയിക്കോട്ടെ, ഷിബിൻ ആയിക്കോട്ടെ, എല്ലാവരും ആ 700+ സ്കോർ ചെയ്തവരെല്ലാം GIBയിലും ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത ആളുകളാണ്. അപ്പം എക്സാക്ട്ലി നിങ്ങളുടെ ഇവിടുത്തെ മാർക്ക് തന്നെയായിരിക്കും ഏകദേശം എന്ത് ചെയ്യുക, നീറ്റിന്റെ ആ ഒരു മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ എന്ത് ചെയ്യുക, വർക്ക് ചെയ്ത് അടിപൊളിയായിട്ട് മുമ്പോട്ട് കയറി വരാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇവിടെയാണ്, ശ്രദ്ധിക്കുക മക്കളെ. അതായത് 2025 നീറ്റിന് വേണ്ടിയുള്ള GIBയിൽ എന്തൊക്കെയാണ് നമ്മുടെ സിലബസ്, കാര്യങ്ങൾ, ഡീറ്റെയിൽസ് എന്നൊക്കെയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പം ഇതിനകത്ത് നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്ന ടൈം മാനേജ്മെന്റ് പോലെയുള്ള കാര്യങ്ങളാണ്. പിന്നെ മാത്രമല്ല ഒരു പ്രോപ്പർ അസസ്മെന്റ്, പിന്നെ ഒരു എക്സാം സെന്ററിന്റെ ഒരു ആംബിയൻസ് കിട്ടുക. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കലി GIBയിൽ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം കുറെ പഠിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, നമ്മളത് എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, എവിടെയൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് റെഗുലറായിട്ടും പീരിയോഡിക്കലിയും അസസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ GIB തരുന്നത്. ക്യുമുലേറ്റീവ് ആയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ 10 ചാപ്റ്റർ ആണെങ്കിൽ അടുത്ത എക്സാം ആകുമ്പോൾ 20 ആകും, അടുത്ത 30 ആകും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എല്ലാ മാസവും ഒന്ന് കൃത്യമായി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നിങ്ങളുടെ GIB നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നൽകുക. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് തന്നെ പോകണം. ഇതിനു വേണ്ടി നമ്മൾ 1 ഷോട്ട് സീരീസുകൾ ഈ ചാനലിൽ തന്നെ ആരംഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് അതും പഠിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞ ടൈം മാനേജ്മെന്റ് ആണ് ഒന്ന്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് GIB ആണ്. ഈ വർഷത്തെ എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യത്തെ മോഡൽ എക്സാം ആയിരിക്കും, കേരളത്തിൽ നടക്കാൻ വേണ്ടി പോകുന്ന ആദ്യ മോഡൽ എക്സാം ആയിരിക്കും നീറ്റിന് വേണ്ടിയും. ഇപ്പോൾ JEEക്ക് വേണ്ടി നമ്മൾ 20-21 തീയതികളിൽ ഓൺലൈനായിട്ട് നടത്തുന്നുണ്ട്. ഇത് നീറ്റിന് വേണ്ടിയുള്ള ഓഫ്ലൈൻ ആയിട്ടായിരിക്കും നടത്തുക. ആദ്യത്തെ GIB ആയിരിക്കും എന്ന് അല്ലേ, നമുക്കറിയാവുന്ന പോലെ തന്നെ വേറെ ആരും തന്നെ ആദ്യം എന്ത് ചെയ്യത്തില്ല, മോഡൽ എക്സാം നടത്തില്ല. സൈലം തന്നെയാണ് എല്ലാ മാസങ്ങളും കൃത്യമായി ഇത് നടത്താറുള്ളത്. അപ്പം 28-ാം തീയതിയാണ് ഈ വർഷത്തെ. അതായത് എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച എന്നുള്ളത് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. എല്ലാ മാസവും അവസാനത്തെ സൺഡേ നമ്മളിത് എന്ത് ചെയ്യും, നടത്തും. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, മുമ്പോട്ട് പോകും. അപ്പം നിങ്ങൾക്ക് കൃത്യമായി ഇതിൻ്റെ ടൈം ടേബിൾ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി. ഇതാണ് ടൈം ടേബിൾ. ആദ്യത്തെ 2 പാഠങ്ങൾ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്, മോഷൻ സ്ട്രേറ്റ് ലൈൻ, സം ബേസിക് കോൺസെപ്റ്റ്, സ്ട്രക്ചർ ഓഫ് ആറ്റോ, ബയോളജി ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് കിങ്ഡം, ലിവിംഗ് വേൾഡ്, ആനിമൽ കിങ്ഡം. അപ്പോൾ ഇത്രയും ആയിരിക്കും ഉണ്ടാകും. വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, 8 പാഠങ്ങളാണ് ഉള്ളത്. 8 പാഠങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 8 പാഠമാണ് ആദ്യത്തെ എക്സാം. അടുത്തതാകുമ്പോഴത്തേക്കും 18 20 പാഠമാകും. പിന്നെ കൂടി വന്ന് നമ്മൾ ഏകദേശം ഡിസംബർ ആകുമ്പോഴത്തേക്കും ഫുൾ സിലബസ് എന്ത് ചെയ്യും, GIBയിലേക്ക് പോകും. പിന്നെ നിങ്ങൾക്ക് ഫുൾ മോക്ക് ടെസ്റ്റുകളായിരിക്കും എന്ത് ചെയ്യുക, നടക്കുക. അപ്പോൾ ആ ഒരു പാറ്റേണിലായിരിക്കും നമ്മൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൊണ്ടുവരിക. അപ്പോൾ അത് സെറ്റായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. 2 തൊട്ട് 5:30 വരെയാണ്. നിങ്ങൾക്കറിയാം നീറ്റിന്റെ പാറ്റേൺ ഒന്നും ഞാൻ നിങ്ങളോട് പറയണ്ട. സെക്ഷൻ Aയിൽ 35 ചോദ്യം ഉണ്ടാകും. അത് 35 നിങ്ങൾ അറ്റൻഡ് ചെയ്യണം ഒരു സബ്ജക്റ്റിൽ. സെക്ഷൻ Bയിൽ 15 ചോദ്യമാണ്, അതിലെന്ത് ചെയ്യണം, 10 എണ്ണം അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ 35ഉം ഇവിടുത്തെ 10ഉം കൂടെ ചേർന്ന് നിങ്ങൾ എത്ര ചോദ്യം അറ്റൻഡ് ചെയ്യണം, 45 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണം. 45 ചോദ്യം അല്ലേ, 35ഉം സെക്ഷൻ Bയിലെ 10ഉം കൂടെ ചേർത്തിട്ട് 45 ചോദ്യമാണ് ഒരു സബ്ജക്റ്റിൽ നിന്ന് അറ്റൻഡ് ചെയ്യേണ്ടത്. അങ്ങനെ 4 സബ്ജക്റ്റും കൂടെ ആകുമ്പോൾ 180, 4 മാർക്ക് വെച്ചിട്ട് 720ലാണ്.
മക്കൾ 720-ൽ 720 തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എല്ലാവരും. ഒരു ചോദ്യം പോലും തെറ്റാത്ത രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, പഠിച്ച് അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകണം. റെഡി? അപ്പോൾ അടുത്ത കാര്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. എക്സാം എന്താണെന്ന് കൃത്യമായി നിങ്ങളോട് പറഞ്ഞു. ജൂലൈ 10-ാം തീയതി തൊട്ട് നമ്മൾ വൺ ഷോട്ട് സീരീസ് ആരംഭിക്കുന്നുണ്ട്. ഈ ചാപ്റ്ററുകളെല്ലാം, ഈ 8 ചാപ്റ്ററിന്റെയും വൺ ഷോട്ട് സീരീസ്, മാരത്തോൺ, ഇതെല്ലാം നിങ്ങൾക്ക് തരും. എല്ലാ മാസവും ഈ വൺ ഷോട്ട് സീരീസ്, മാരത്തോൺ ഒക്കെ തന്നിട്ടായിരിക്കും നമ്മൾ നിങ്ങൾ എക്സാമിലേക്ക് കൊണ്ടുവന്ന്. ഇതുപോലെ തന്നെ അത്രയും അക്കാഡമിക്കലി സ്ട്രക്ചേർഡ് ആയിട്ടും ഇത്ര അടിപൊളി ക്ലാസ്സുകളാണ് നമ്മൾ ഓൾറെഡി ധീര ബാച്ചിൽ ഈ ടൈം ടേബിൾ ഒക്കെ തീർത്തിട്ടുള്ളതാണ്. ഫിനിക്സ് ആയിക്കോട്ടെ, ഇനി ഓഫ്ലൈനിലായിക്കോട്ടെ, എല്ലാ ബാച്ചുകളിലും ഓൾമോസ്റ്റ് നമ്മൾ ഈ പോർഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുള്ളതുമാണ്. ഇത്രയും ചാപ്റ്റേഴ്സ് ഓഫ്ലൈനിൽ നമ്മൾ തീർത്തിട്ടുള്ളതാണ്. പുതിയ ഇപ്പം എനിക്ക് തോന്നുന്നു ഫിസിക്സ് ഒക്കെയാണ്, മോഷനിൻ്റെ പ്ലെയിൻ ഒക്കെയാണ് ആദ്യ ബാച്ചുകളിലൊക്കെ നടക്കുന്നത്. ഇപ്പം അത് കഴിഞ്ഞ് മുമ്പോട്ട് പോയിട്ടുണ്ട് പല ബാച്ചുകൾ. അപ്പം ഇതെല്ലാം തീർത്ത ചാപ്റ്ററുകളാണ്. നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒന്നും കൂടെ ഓരോ മാസങ്ങളിൽ റിവൈസ് ചെയ്ത് അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകുന്നു. അപ്പം നിങ്ങൾക്ക് തകർത്ത് എക്സാം എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ അടിപൊളിയാക്കുക. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി QR കോഡ് സ്കാൻ ചെയ്യാം. 14 ജില്ലയിലും ഉണ്ടാകും. മാത്രമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യും, ഒരു ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ടാകും. അവിടെയും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. അടിപൊളിയായിട്ട് പഠിക്കണം. വേറൊന്നും നമ്മൾ പഠിക്കാതെ നമുക്ക് വേറൊന്നും ചെയ്യാൻ ഇതിനകത്തില്ല. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്ത് പോവുക. അടിപൊളിയായിട്ട് പറയുന്ന കാര്യങ്ങൾ, ഈ പ്ലാനിനെ ട്രസ്റ്റ് ചെയ്ത് തന്നെ പോവുക. ആദ്യം ഞങ്ങളെ ട്രസ്റ്റ് ചെയ്യും, ഈ പ്ലാനിനെ ട്രസ്റ്റ് ചെയ്യും, നിങ്ങളെ ഞങ്ങൾ എത്തിക്കും. അത്രയും അധികം റിസൾട്ട് സൈലം എന്ത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കുക, ഒരു 3 വർഷമായ ഒരു ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിൽ ഇത്രയധികം റിസൾട്ട്സ് വേറെ ഒരാൾക്കും എന്ത് അവകാശപ്പെടാൻ പറ്റില്ല. ഓക്കെ, അപ്പം അത്രയും ചെറിയ സമയം കൊണ്ട് ഇത്രയധികം റിസൾട്ട്, അതും നമ്മൾ മാർക്ക് ക്രൈറ്റീരിയ ഒന്നും വെക്കാതെ ഈ റിസൾട്ടിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ സൈലം അത്രയും എഫേർട്ട് എടുത്തിട്ട് മാത്രമാണ്. ഇത്രയും അധികം എഫേർട്ട് ഞങ്ങൾ എടുക്കുന്നതുകൊണ്ട് തന്നെയാണ് ആ റിസൾട്ടിലേക്ക് ഞങ്ങൾക്ക് നിങ്ങളെ എത്തിക്കാൻ വേണ്ടി പറ്റുന്നത്. അത് ഞങ്ങൾ ഈ വർഷം എന്ത് ചെയ്യും, എത്തിക്കും. അതിലൊരു സംശയം വേണ്ട. വിശ്വസിച്ച് ആ പ്ലാനിനെ ട്രസ്റ്റ് ചെയ്ത് ഞങ്ങൾ പറയുന്നത് കേട്ട് പഠിച്ച് അടിപൊളിയായിട്ട് പോടാം മക്കളെ. അപ്പം നമ്മൾ കൂടെ ഉണ്ടാകും. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.